അടൂർ പുതിയകാവിൽച്ചിറ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി. അതിമനോഹരമായി ചിറ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് ഓരോ ബഡ്ജറ്റിലും തുക അനുവദിച്ചുവെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നതല്ലാതെ പുതിയകാവ് ചിറയിൽ ഒരു വികസനവും കൊണ്ടുവരാൻ MLAക്ക് കഴിഞ്ഞില്ലെന്നത് ഖേദകരമാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് പറഞ്ഞു. നാലിരട്ടി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് വളരെ മനോഹരമായി ബോട്ടിംഗ്, വളരെ മനോഹരമായ ഹോട്ടലും, വളരെ മനോഹരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ധാരാളം കാര്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഈ പുതിയതായി ചെറിയിൽ ആരാണ് ഇതിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്? ഒന്നാമതായി പറഞ്ഞ ഉത്തരം അടൂരിന്റെ MLA ശ്രീ ചിറ്റയം ഗോകുമാറിന്റെ അനാസ്ഥ കൊണ്ടും കെടുകാര്യസ്ഥ കൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വമില്ലാഞ്ഞുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഈ KTDCയുടെ ഈ ആരാമം, ഈ പുതിയതായി ചെറിയും ഇന്ന് അനാഥമായി കിടക്കുന്നത്. DTPCയുടെ കൈവശമുള്ള ഈ സ്ഥലത്ത് അവരും ഒരു വികസനവും നടത്തുന്നില്ല. സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്താൻ നൽകിയിട്ട് ഇപ്പോൾ ഹോട്ടലും നടക്കുന്നില്ലെന്നത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ചിറകരോട്ട് പറഞ്ഞു. കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തുകയ്ക്കാണ് റീടെൻഡർ ചെയ്തത്. അതായത് മുൻപ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ 4 ഇരട്ടി തുകയ്ക്ക് ഈ പറയുന്ന DTPC അത് ടെൻഡർ ചെയ്യുകയും അത് എടുക്കാനും സന്നദ്ധരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും സ്വന്തമായി കുട്ടികളുടെ ഉല്ലാസ കേന്ദ്രങ്ങളും മുനിസിപ്പൽ പാർക്കും ഉണ്ടെന്നിരിക്കെ അടൂർ നഗരസഭ മാത്രം ഇത്തരം വികസനങ്ങൾക്ക് എതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും അടൂരിലെ ജനങ്ങളോടുള്ള കനത്ത വെല്ലുവിളിയാണ് ഇതെന്നും നഗരസഭ മുൻ ചെയർമാൻ ബാബു ദിവാകരൻ പറഞ്ഞു. ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മുടെ ഈ നാടിന്റെ മുക്കിലും മൂലയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ, അങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിക്കുന്ന ഒരു മെസ്സേജാണ്. കോടികളുടെ വികസനം വരുന്നു എന്ന് കണ്ടിട്ട് അടൂരിലെ ജനങ്ങൾ കഴിഞ്ഞ 3 തവണയായിട്ട് ഈ മനുഷ്യനെ തോട്ടുകൂട്ടി. അങ്ങനെയാണ് അദ്ദേഹം ഇവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, അധികാരത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. തീർച്ചയായും നഗരസഭയും CPM ആണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഈ പൊതുജനങ്ങളോടോ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടോ ഉണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം ഭംഗിയായി അഡ്വക്കേറ്റ് ബിജു വർഗീസ് ഒക്കെ പറഞ്ഞ പോലെ ഇതിനും ഒട്ടും സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ലോക്കൽ ബോഡീസ് വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രഭാത സായാഹ്ന സവാരിക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താമായിരുന്ന ഈ സ്ഥലം അനാഥമാക്കിയതിന്റെ ഉത്തരവാദിത്വം അടൂരിലെ ഇടതുമുന്നണിക്കാണെന്നും നഗരസഭാ കൗൺസിലർ ഗോപു കരുവാറ്റ പറഞ്ഞു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അടൂരിന്റെ അഭിമാനമായി മാറട്ടെ എന്ന ചിന്താഗതിയോടെ അടൂരിന്റെ മുൻ MLA ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ DTPCയുടെ നേതൃത്വത്തിൽ അടൂരിൽ വലിയൊരു സങ്കല്പത്തോടെ കൊണ്ടുവന്ന ഒരു ടൂറിസ്റ്റ് പദ്ധതിയാണ് പുതിയകാവിൽച്ചിറയിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ആദ്യഘട്ടം നല്ലൊരു ഫണ്ട് അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തേക്ക് മാറിയപ്പോൾ അടൂരിൽ പുതിയൊരു MLA വരികയും വർഷം തോറും ബഡ്ജറ്റിനകത്ത് കോടിക്കണക്കിന് രൂപ വെച്ചുകൊണ്ട് അടൂരിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. D ശശികുമാർ, V ശശികുമാർ, KP അനന്തൻ, കോശി മാണി, VV വർഗീസ്, ജിനു കളിക്കൽ, രാജു ചാമക്കാല, D സുരേന്ദ്രൻ, അംജദ് അടൂർ, സജി മോൻ, ഉത്തമകുമാർ, G റോബർട്ട്, നിരപ്പിൽ അഷ്റഫ്, ജെയ്സൺ ഫിലിപ്പ്, ടോം തോട്ടത്തിൽ, G ശിവദാസൻ, റെജി വട്ടമുകളിൽ, J ജോൺസൺ, സാലി കൊച്ചുവിള, മോനച്ചൻ കല്ലുവിള, റീന സാമുവൽ, സൂസി ജോസഫ്, അനു വസന്തൻ, സുധ പത്മകുമാർ, ജ്യോതി സുരേന്ദ്രൻ, സിജി ഷിബു, ലിനറ്റ് എബ്രഹാം, പ്രീതു ജഗതി, എസ്തർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ.